അടുത്തായിട്ട് മിശ്രഭോജനത്തെക്കുറിച്ചുള്ള അനുസ്മരണം 109ാമത്തെ മിശ്രഭോജന ദിനമാണ്. അതിനെക്കുറിച്ച് ഉള്ള ചെറിയൊരു പ്രഭാഷണത്തിന് മിശ്രഭാഗവതിയുടെ ജനറൽ സെക്രട്ടറി പി സുധാകരനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വി കെ പവിത്രൻ്റെ സഹധർമ്മിണി സതിച്ചേച്ചി, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഇവിടെ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനും മതമില്ലാത്ത ജീവൻ അവാർഡ് ദാനം ചെയ്യുന്നതിനെത്തിയ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിനെ സ്വാഗതം ചെയ്യണം ഒരിക്കൽ കൂടി. അതുപോലെ ഇവിടെ ഈ മതമില്ലാത്ത ജീവൻ അവാർഡുകൾ ഏറ്റുവാങ്ങിയ കുട്ടികളെയും ആ കുട്ടികളെ ആ വിധത്തിൽ വളർത്തിയ രക്ഷകർത്താക്കൾക്കെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മിശ്രവിവാഹത്തിൻ്റെ 109ാമത് വാർഷികമാണെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഈ പരിപാടി ഞങ്ങൾ നടത്താറുള്ളത് മെയ് 29-നാണ്. അന്നാണ് വി കെ പവിത്ര സാറിൻ്റെ അനുസ്മരണവും ഈ മതമില്ലാത്ത ജീവൻ അവാർഡ് ദാനവും ഒക്കെ നടക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഈ +2 പരീക്ഷയുടെ ഫലം വൈകിപ്പോയി. പിന്നീട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഫലപ്രഖ്യാപനവും വൈകിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയാണ് ഈ ആഗസ്റ്റ് 2 എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, 1917 മെയ് 29-നാണ് സഹോദരൻ അയ്യപ്പൻ ചെറായി തുണ്ടടം പറമ്പിൽ മിശ്രഭോജനം നടത്തിയത്. എല്ലാവരും സാമാന്യമായി ചിന്തിക്കുന്ന ഒരു കാര്യം, മിശ്രഭോജനം എന്ന് പറയുന്നത് വലിയ സംഭവമല്ല. എല്ലാവരും തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിവാഹവും ഏറെക്കുറെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മിശ്രഭോജനം കൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഉദ്ദേശിച്ചത് ജാതിമതരഹിതമായിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിയുടെ ആദ്യപടിയായിട്ടാണ് മിശ്രഭോജനം നടത്തിയത്. അന്നൊക്കെ മിശ്രഭോജനം നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കുന്നതിനേയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കാരണം അദ്ദേഹത്തെ പുലയനയ്യൻ അയ്യപ്പൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് നീറങ്കോട് വലിച്ചെറിഞ്ഞു, ചാണകവെള്ളം തെളിച്ച് ഓടിച്ചു. അങ്ങനെ അത്രയ്ക്ക് എന്തോ വലിയ പാപം അല്ലെ എന്തോ ദ്രോഹം ചെയ്ത കിട്ടുന്ന സമൂഹം അന്ന് അദ്ദേഹത്തെ കൽപ്പിച്ചത്. ഈ മിശ്രഭോജനത്തിൽ നിന്ന് മിശ്രവിവാഹത്തിലേക്ക് എന്ന തത്വത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയതാണ് വി കെ പവിത്ര സാർ. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അവരായിട്ട് ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് കണ്ടത്. ഏതാണ്ട് അരനൂറ്റാണ്ടോളം തന്നെ ആ രംഗത്ത് വി കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയ തലങ്ങളിലേക്ക് ഏറെക്കുറെ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയും നവോത്ഥാനം നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലല്ല, ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് മതേതരത്വമായിട്ടുള്ള പല നിയമങ്ങളും ഇവിടെ നടപ്പിലാക്കിയത്. ഏകീകൃതമായിട്ടുള്ള ഒരു സിവിൽ നിയമം നടപ്പാക്കിയത്, അതുപോലെ തന്നെ ശൈശവ വിവാഹ നിരോധനം നടപ്പിലാക്കിയത്, പ്രായ സമ്മത നിയമപ്രകാരമുള്ള വിവാഹം നടത്തിയത്, എന്തിന് നമ്മുടെ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ പ്രാഥമിക രൂപം, അതൊക്കെ മതേതരമായി വിവാഹം കഴിക്കാനുള്ള നിയമം ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ഒരുപക്ഷെ ആധുനിക ഇന്ത്യയുടെ അടിത്തറയുമായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചപ്പോൾ നടത്തിയ ഈ പരിഷ്കാരങ്ങളാണ്. ഇന്ത്യയിലൊരു ക്രിമിനൽ നിയമനം വന്നതോടുകൂടിയാണ് ജാതിപരമായിട്ടുള്ള ശിക്ഷകൾ ഉണ്ടായിരുന്നത് പൊതുശിക്ഷയായിട്ട് മാറുന്നതും വാസ്തവത്തിൽ ഒരു ഏകീകൃത ഇന്ത്യയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ രൂപീകരണത്തിലേക്ക്, മാനസിക പരിവർത്തനത്തിലേക്ക് ഇന്ത്യക്കാരെ നയിച്ചതും ബ്രിട്ടീഷുകാരാണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതിനുശേഷം തന്നെ നമ്മളുടെ ഒരു നവോത്ഥാനവും നടന്നിട്ടില്ല. നവോത്ഥാനത്തിൽ നിന്ന് തിരിച്ചു പോക്കാണ് നമുക്ക് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലും കേരളത്തിലും നടന്നത്. കാരണം ജാതിക്കും മതത്തിനും എതിരായിട്ടുള്ള മാനവികതയെ സൃഷ്ടിക്കാൻ, മനുഷ്യനെ സൃഷ്ടിക്കാൻ വന്ന നവോത്ഥാനം പിന്നീട് ജാതിമതങ്ങളെ പ്രീണിപ്പിക്കുന്ന തലങ്ങളിലേക്ക് പോയത് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ആ നവോത്ഥാനം തിരിച്ചു പോയത് എന്ന് വി കെ പറഞ്ഞതുപോലെ ഈ വേദികയിലെ ഇതേ അവസരത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് മനുഷ്യൻ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടുമല്ല
ജാതി കൊണ്ടും മതം കൊണ്ടുമാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ഈ വേദികളെ ഇതേ സദസ്സിൽ ഇതേ പ്രസംഗ പീഠത്തിൽ നിന്നിവിടെ സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ അറിയാം, ജാതീയമായിട്ടുള്ള എന്താ പറയണം, നവോത്ഥാനം പറഞ്ഞ ആളുകളൊക്കെ അതിൻ്റെ പിന്തുണമാർക്കാർക്ക് ഏറ്റവും വലിയ ജാതിയാവേശവും ജാതി വെറിയൊക്കെ ഉള്ള പ്രസംഗങ്ങളും കണ്ടിട്ടും നമ്മളുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും മിണ്ടിക്കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ജനാധിപത്യയുടെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഞാൻ കാണുന്നത്. ഈ ജാതിയുടെ ഭീകരത എത്രയാണെന്ന് നമുക്ക് സത്യം അറിയാൻ കഴിയില്ല. പക്ഷേ ജാതി തോൽപ്പിച്ചൊരു കേരളമുണ്ട് കേട്ടോ. അത് ഞാൻ നമ്മുടെ ഇന്ദുഗോപൻ്റെ ആണോ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അത് ചരിത്ര പശ്ചാത്തലമായിട്ട് എഴുതിയ നോവലാണ്. പോർട്ടീസ് രാജാവിന് മാനുവലിനെതിരെ വധിക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുന്ന ആനപ്പാപ്പൻ്റെ കഥയാണ്. അപ്പോൾ അദ്ദേഹം ചരിത്രം പറഞ്ഞു വരുമ്പോഴോ ഈ പോർട്ടീസുകാർ ഇവിടെ വരുമ്പോൾ ആദ്യം കൊച്ചിയിലെയുള്ള കൈയടക്കിയത്. ഈ കൊച്ചിയും സാമൂതിരിയും കോഴിക്കോടും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടാവണം. അപ്പോൾ ആ യുദ്ധത്തിൽ ഏതാണ്ട് സാമൂതിരി ഭാഗത്ത് 60,000-ഓളം ഭടന്മാരുണ്ട്, അതിനുള്ള സേനകളൊക്കെ ഉണ്ട്. പക്ഷേ കൊച്ചിയുടെ ഭാഗത്ത് ആകെ ഉള്ളത് 5,000 ഭടന്മാരും 200 പോർട്ടീസുകാരും മാത്രമാണ്, പിന്നെ 5 കപ്പലും. സാമൂതിരി യുദ്ധം കാണാൻ വേണ്ടി നേരിട്ട് ഇടപ്പള്ളി വരെയും വന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ എണ്ണമല്ല വിജയത്തെ നിശ്ചയിച്ചത് തന്ത്രമാണ്. ഈ പാച്ചിക്കോ പെരേരോ അദ്ദേഹമാണ് ആ പോർട്ടീസ് നാഗപടയുടെ ക്യാപ്റ്റൻ. അപ്പോൾ അദ്ദേഹം ശാസ്ത്രീയമായ കുറച്ച് അറിവുള്ളത് കൊണ്ട് ഇവിടുത്തെ വേലിയിറക്കമൊക്കെ നോക്കിയാണ് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞത്. പക്ഷെ അവർക്ക് അത് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ആ യുദ്ധതന്ത്രത്തെ കൂടി സാമൂതിരി പട തോൽക്കാറായെങ്കിലും വലിയൊരു മുന്നേറ്റം നടത്തി വന്നപ്പോൾ ഇവിടെയുള്ള കൊച്ചിയിലുള്ള നമ്മളുടെ പടക്കാരൊക്കെ പേടിച്ച് പിന്നോട്ട് പോയപ്പോൾ ഇവിടെയുള്ള ഈ പാടത്തും ഇതിലൊക്കെ പറമ്പിലൊക്കെ പണിയെടുത്ത ജാതിക്കാരാണ് അവസാനം ഇവരെ ഓടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സാമൂതിരിയുടെ സൈന്യം അന്ന് നായർമാരാണല്ലോ, നായർ പട്ടാളക്കാരാണ്. അവർ ഈ അയിത്ത ജാതിക്കാർ വന്നത് കണ്ടിട്ട് അയിത്തം പേടിച്ച് പിന്നോട്ട് ഓടിപ്പോയത്. അങ്ങനെ അയിത്തം പേടിച്ച് ഈ സാമൂതിരിയുടെ പട പിന്നോട്ട് പോയപ്പോൾ വാസ്തവത്തിൽ ജാതിയാണ് നമ്മളെ തോൽപ്പിച്ചത്. കാരണം അന്ന് പോർട്ടുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചിയിൽ പിടിവിട്ടാൽ പിന്നെ ഇന്ത്യയിൽ അധികാരം കിട്ടാൻ യാതൊരു മാർഗമല്ല. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തിച്ചു. അപ്പോൾ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പെരേര ചോദിച്ചു, ഈ പിച്ചിക്കോ പെരേരോ ഈ കൊച്ചി രാജാവിനോട് അഭ്യർത്ഥന നടത്തി, നമ്മളുടെ ഈ അയിത്ത ജാതിക്കാരാണ് നമ്മളെ ജയിപ്പിച്ചത്, അതുകൊണ്ട് നമ്മുടെ പട്ടാളത്തിൽ അവരെ എടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചെങ്കിലും കൊച്ചി രാജാവ് പറഞ്ഞു, അത് മാത്രം പറയണ്ട, ജാതി എന്നത് ഒരു ആചാരമാണ്, അതിനെ നമുക്ക് ലംഘിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ജാതി തോൽപ്പിച്ച കേരളം. നമ്മളിപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ തന്നെ എന്തെല്ലാം കാണാം. നോക്കുക, നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തൊക്കെ തന്നെ നമുക്ക് വലിയ വലിയ ശില്പികളെ കാണാൻ കഴിയും. മൈക്കലാഞ്ചലോ, റാഫേൽ, അതുപോലെ ഡാവിഞ്ചി. പക്ഷെ നമ്മളുടെ എത്രയോ അതിന് മുമ്പുള്ള കലാകാരന്മാർ ക്ഷേത്രങ്ങളിലൊക്കെ കുത്തിവെച്ചേക്കണ എത്രയോ ശില്പികളുണ്ട്. ഏതെങ്കിലും ഒരു കലാകാരൻ്റെ പേര് നമുക്കുണ്ടോ? നമ്മൾ അറിയപ്പെടുന്നുണ്ടോ? ഒരു രാജ രവിവർമ്മ അറിയുന്നുണ്ട്, അദ്ദേഹം ഒരു ഉയർന്ന ജാതിക്കാരനായിട്ട് അങ്ങനെയാണ്. അതല്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല ഇന്ത്യയിൽ. അങ്ങനെ അതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്കറിയാം ഇവിടെയുള്ള ശില്പങ്ങൾ കണ്ട എന്താണ്, അവരൊക്കെ ജാതികൾ താഴ്ന്നവരായിരുന്നു. ഈ ശില്പികളും ഈ പണിയെടുക്കുന്നവരും കുശവനും കൊലമുണ്ടാക്കുന്നവനും അല്ലാത്തവരൊക്കെ ഈ ജാതികൾ താഴ്ന്നതായതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോകുന്നത്. ബ്രിട്ടീഷുകാരെ ഇവിടെ വരുമ്പോഴും ഇതൊക്കെ തന്നെ ബ്രിട്ടീഷുകാരിൽ റോബർട്ട് ക്ലൈവാണ് അന്ന് വരുമ്പോൾ ഈ ജഹാംഗീറിൻ്റെ കൊട്ടാരം കണ്ട് അദ്ദേഹം പറഞ്ഞത്, എലിസബത്ത് രാജ്ഞി ഒരു തൊഴുത്തിലെ രാജ്ഞിയായിട്ട് പറയാനാണ് ഇവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ എന്ന് പറയുന്നത്. കാരണം എന്നിട്ട് ഈ നമുക്ക് എന്തെല്ലാം സമ്പത്തുണ്ടായി, നമ്മളിവിടെ എന്തെങ്കിലും ജയിച്ചോ? നമുക്ക് ഏറ്റവും കുരുമുളക് എന്ന് പറയുന്ന പശ്ചിമഘട്ടത്തിൽ ഉള്ള ഈ കുരുമുളക്, ഇതിനാണ് ഏറ്റവും പ്രിയം. അത് ഡച്ചുകാരും പോർട്ടുഗീസുകാരാണ് നിയന്ത്രിച്ചിരുന്നത്. രണ്ടാം വിപണിയിൽ ഒരു റാത്തൽ കുരുമുളകിന് 5 ഷില്ലിംഗ് വർദ്ധിച്ചപ്പോഴാണ് അവിടെയുള്ള വ്യവസായികളൊക്കെ ചോദിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുന്ന ഇവിടെ വരുന്നതും. അപ്പോൾ നമുക്ക് വിഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾക്ക് ലോകത്തെ വലിയ ശക്തിയാകാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അടിസ്ഥാനം ജാതി തന്നെയാണ് എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ജാതി എന്നത് ഇപ്പോഴും പോയിട്ടില്ല. പല രൂപത്തിൽ
നമ്മൾ പുറത്ത് ജാതിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ജാതി ഉൾവലിഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. ഇങ്ങനെ ഈ ജാതിക്കും മതത്തിനും എതിരെ മാനവികതയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഉജ്ജ്വലമായിട്ടുള്ള സമരമായിരുന്നു ജാതിക്കെതിരെയായിട്ടുള്ള സഹോദരൻ നടത്തിയ വിപ്ലവം. അത് സഹോദരന് മുമ്പും സഹോദരന് ശേഷവും എന്തായിരുന്നു നമ്മൾ പറഞ്ഞാൽ, സഹോദരന് ശേഷം ജാതിയെ വ്യാഖ്യാനിക്കുകയായിരുന്നെങ്കിൽ സഹോദരൻ അതിൻ്റെ പ്രായോഗികവൽക്കരണമാണ് 1917 ചെറായി തുണ്ടിടം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളുടെ നവോത്ഥാനം വന്നത് എന്നതും ഈ നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ദൗത്യം നമുക്ക് കേരളത്തിലെ മതേതര പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്നും അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മതത്തെ ജാതിയെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയം ജനാധിപത്യമായി മാറാൻ അനുവദിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സഹോദരൻ്റെ സമരോത്സകമായിട്ടുള്ള ആശയങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. എസ് അഭിലാഷ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരൊരാളായ ആണ്. അദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനം, മിശ്ര വിവാഹത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി സുധാകരൻ, നമ്മുടെ മുഖ്യാതിഥി ശ്രീ സെബാസ്റ്റ്യൻ പോൾ, യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ, പവിത്രൻ ചേട്ടൻ്റെ ഭാര്യ ജീവിത പങ്കാളി ശ്രീമതി സതി, മതമില്ലാത്ത ജീവൻ അവാർഡ് വാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയമുള്ള കുട്ടികൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, ആദ്യം തന്നെ ഈ യോഗത്തിന് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. പവിത്രൻ ചേട്ടൻ്റെ സമരോത്സുക പ്രവർത്തനത്തിൻ്റെ ഒരു രണ്ടാം ജന്മം ആവശ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പ്രസംഗങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടതൊക്കെ. നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. സംവരണത്തിന് എതിരെ സമരം ചെയ്യാൻ ജനങ്ങൾ കോപ്പുകൂട്ടുന്നു, സംഘം ചേരുന്നു, വലിയ ശക്തിയായി അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. ആരും ജാതി നിർമൂലനത്തിനോ മതനിർമൂലനത്തിനോ വേണ്ടി സമരത്തിന് ഇറങ്ങുന്നില്ല. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ സ്ഥാപനവൽക്കരിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ സി അച്യുതമേനോൻ. മിശ്രവിവാഹത്തിൻ്റെ അനുകൂലമായ ഒരുപാട് നിയമങ്ങൾ, 2-3 നിയമങ്ങൾ അദ്ദേഹം പാസ്സാക്കി. അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതി. മിശ്രവിവാഹം കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് അനിവാര്യമാണെന്നുമുള്ള തരത്തിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. ഇവിടെ പറഞ്ഞു, ശ്രീ M.A. ബേബി മതമില്ലാത്ത ജീവൻ പാഠപുസ്തകമാക്കി. പക്ഷേ അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു. ഈ പിന്മാറ്റം ചരിത്രപരമായി ആ പിന്മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. പേരിൻ്റെ കൂടെ നായരും വാര്യരും എല്ലാ ജാതികളും പേരിൻ്റെ കൂടെ ചേർത്ത് എഴുതുന്ന ആളുകളുടെ എണ്ണം, ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. അതേസമയം തന്നെ നമ്മളിപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭം കണ്ടു. അവർ ഭരണഘടനയും അംബേദ്കറിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ പുഷ്പങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരത്തിനിറങ്ങിയത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ ഒരു നല്ല രീതിയിലൊരു സമരത്തിനുള്ള ഭൂമിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഈ നവോത്ഥാനം പിന്നോട്ട് പോയെങ്കിൽ ആ പിന്നോട്ട് പോക്കിനെ കവച്ചു വെക്കാനുള്ള ഒരു മുന്നേറ്റം, അതിനുള്ള പരിപാടികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ചെറുപ്പക്കാരുടെ ഇടയിൽ കേരളത്തിൽ പൊതുവെ ഇപ്പോഴും പറയുന്നത് കൂടുതൽ പേരും മതേതരാണെന്നാണ്. ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പുറമേ അറിയുന്നത് കേരളീയർ മതേതര ചിന്താഗതിയും ഒക്കെ പ്രചരിപ്പിക്കുന്നവരാണെന്നാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പുഴുക്കുത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ വ്യാപകമായ ഒരു സമരം ആവശ്യമാണ്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന ക്യാമ്പ് ഓഗസ്റ്റ് 15-16 തീയതികളിൽ ചാലക്കുടിയിൽ വെച്ച് നടക്കുന്നുണ്ട്.
അവിടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാസ് തന്നെ, ഒരു ചർച്ച, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള 3-4 ഡിബേറ്റുകൾ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ പങ്കെടുത്ത ചെറുപ്പക്കാരൊക്കെ ആ ക്യാമ്പിന് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായി പങ്കെടുക്കണം എന്നാണ് അഭ്യർത്ഥന. മതമില്ലാത്ത ഒരു ഭരണഘടന ഉണ്ടായത് ലോകത്ത് 1970 അൽബേനിയയിലാണ്. അവിടെ മതമില്ലായിരുന്നു. പക്ഷേ 1990 അവിടുത്തെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് താഴെ വീണപ്പോൾ ആ ഭരണഘടന മാറ്റപ്പെട്ടു. പക്ഷെ മാറ്റപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം രാജ്യങ്ങളെ പോലെ തന്നെ മതേതര രാജ്യമായിട്ടാണ് അൽബേനിയ നിലകൊണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ മതേതര രാജ്യങ്ങളാണ്. ഇന്ത്യയും ഇവിടെ പറഞ്ഞതുപോലെ മതേതര രാജ്യമാണ്. ഒരാളിൻ്റെ ബോധ്യം അനുസരിച്ച് ജീവിക്കാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുവാദം നൽകുന്നുണ്ട്. അതേസമയം ഒരു യുക്തിവാദി എങ്ങനെ ജീവിക്കണമോ അത് കടമയായി എഴുതി ചേർത്ത ലോകത്തിലെ ഏക ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിലെ 51(a) വകുപ്പ് പറയുന്നത് ശാസ്ത്രാവബോധമുള്ളവരായിരിക്കണം, മാനവികതയുള്ളവരായിരിക്കണം, അന്വേഷണ ത്വരത പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ, ഇത് എല്ലാം തന്നെ പരിഷ്കരണവാദം, ഇതെല്ലാം തന്നെ ഒരു യുക്തിവാദിയുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളാണ്. മാനവികത എന്ന് പറയുന്നത്, ശാസ്ത്രാവബോധം എന്ന് പറയുന്നത് മാനവികത എന്ന് പറയുന്നതിൽ പെടുന്നതാണ് ജാതി ഉന്മൂലനവും മത ഉന്മൂലനവും ഒക്കെ. മനുഷ്യൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നതാണ് മാനവികത. മനുഷ്യൻ്റെ ശക്തിയിൽ, മനുഷ്യനിലാണ് വിശ്വാസം. ഈ ഭൂമിയെ മാറ്റിയെടുത്തത്, ഈ ഭൂമിയല്ല, ഈ നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുത്തത് നമ്മളുടെ മാത്രം പ്രവർത്തനമാണ്. ഇപ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് യുദ്ധവും ജാതീയതയും മതതീവ്രവാദവും ഒക്കെ വരുമ്പോഴും മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്താകെ നോക്കിയാൽ കൂടിക്കൂടി വരികയാണ്. ആ മാനവികതയിലെ പിന്നോട്ട് പോക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ സമരം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന സാംസ്കാരിക മുന്നണി തന്നെ നമ്മൾ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കടമകളായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമുക്കൊരു ജെൻസിയുടെ വാക്കുകൾ കേൾക്കാം. ഹ്യൂമനിസ്റ്റ് യൂത്ത് മൂവ്മെൻറ്റിന് വേണ്ടി ആദിത്യൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്റ്റേജിലിരിക്കുന്ന ബാക്കി എല്ലാ വിശിഷ്ട വ്യക്തികളും, പിന്നെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇവിടെ ഈ അവാർഡ്, VK പവിത്രൻ അവാർഡ് നമ്മളിപ്പോൾ 9 പേർക്കായിരുന്നു കൊടുക്കാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പ്രതികൂല പരിസ്ഥിതി കാരണം ഇപ്പോൾ 4 പേർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ പിന്നെ ഒരു വേദിയിൽ കൊടുക്കുന്നതായിരിക്കും. ആദ്യമായി ഇവരുടെ അശ്രാന്ത പരിശ്രമത്തിന് കാരണമാണ് ഇവർക്ക് ഈ അവാർഡ് ഇന്ന് ലഭിച്ചത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേരൻസിന് ഉണ്ടായ ചിന്ത. ഒരു 15-14 വർഷം മുമ്പ്, അതായത് ഇവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങിയപ്പോൾ, അഥവാ അതിനു മുമ്പ് തന്നെ ഇവരുടെ പേരൻസിനുണ്ടായ ഒരു ചിന്ത. കാരണം എൻ്റെ കുട്ടിക്ക് ലഭിക്കേണ്ടത് മതേതര വിദ്യാഭ്യാസമല്ല, പക്ഷേ ശാസ്ത്രീയ വിദ്യാഭ്യാസമാണെന്ന് ഇവരുടെ പേരൻസിനുണ്ടായ ഒരു ചിന്തയാണ് നമ്മളിവിടെ കൈയടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും വലിയൊരു കൈയടി ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നു. പിന്നെ കഴിഞ്ഞ പ്രസംഗത്തിൽ സാർ പറഞ്ഞിരുന്നു, നമുക്ക് ഇനിയും ഒരുപാട് അപ്കമിങ് ഇവൻറ്റ്സ് ഉണ്ട്. അതിലെല്ലാം HYM-ൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്നും HYM അതിനുവേണ്ടി പൂർണ്ണ രീതിയിൽ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് HYM-ൻ്റെ വക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാൻ പോവുകയാണ്. അടുത്തായിട്ട് ഈ സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി കേരള യുവജന സംഘത്തിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്, ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനുമായ KP തങ്കപ്പൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അവാർഡിന് അർഹരായവരിൽ ഒരാൾ ഓൺ ദ വേയിലാണ്. അയാൾ എത്തുമെന്നുള്ള പ്രതീക്ഷയോട് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. ഏതായാലും നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് കിടക്കുന്ന സ്ഥിതിക്ക്
എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരള മിശ്രഭാഗ വേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജഗോപാൽ വാഹത്താനമാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ സാറ് വളരെ കാര്യമായ രൂപത്തിൽ നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിച്ചു തന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പൗത്രൻ സാറ് ഞങ്ങളുടെ ആദരണീയ ഗുരുവിനെ കുറിച്ച് ഗുരുവചനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്മരണകളും പുതുക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് KN അനിൽകുമാർ സാറ് ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തിനും നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. മിശ്രഭോജനത്തിൻ്റെ 108ാം വാർഷികം അത് മിശ്രവിവാഹ വേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PG സുധാകരൻ വളരെ വിശദമായിട്ട് വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തും. ഇവിടെ ഈ വേദിയിൽ വിജയികൾക്ക് സമ്മാനദാനത്തിന് വേണ്ടി ഞങ്ങളുടെ പൗത്രഞ്ജൻ്റെ ഭാര്യ ചേച്ചി സതിച്ചേച്ചി ഇവിടെ വേദിയിലിരിപ്പുണ്ട്. സതിച്ചേച്ചിക്കും പൗത്രഞ്ജൻ്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മുടെ അവാർഡ് സ്വീകരിക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ മീറ്റിങ്ങിൽ ഹാജരായി ആദ്യം മുതൽ അവസാനം വരെ ശ്രമിച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കേരള യുക്തിവാദ സംഘത്തിൻ്റെ പേരിലും കേരള മിശ്രഭാഗ വേദിയുടെ പേരിലും ഉള്ള അഗൈതമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം കൂടി ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. കേരള മിശ്രഭാഗ വേദിയുടെയും കേരള യുക്തിവാദി സംഘത്തിൻ്റെയും പേരിലുള്ള ഈ സമ്മേളനത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും എത്തിച്ചേർന്ന നമ്മളോടൊപ്പം നമ്മുടെ ആശയത്തോടൊപ്പം നിലകൊള്ളുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം പൂർണ്ണമായതായി അറിയിക്കും.